ഈ ദിവസങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുന്ന അതേ വാക്യം വായിക്കാം. റോമാലേഖനം 8-18 വാക്യങ്ങൾ. റോമൻസ് chapter 8 verse 18 to 20. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. സൃഷ്ടി ദ്രവ്യത്തിന്റെ ദാസ്യത്തിൽ നിന്നും വിടുതലും ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യവും പ്രാപിക്കും എന്നുള്ള ആശയോടെ മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. ஆதலால் இக்காலத்து பாடுகள் இனி நம்மிடத்தில் வெளிப்படும் மகிமைக்கு ஒப்பிடத்தக்கவைகள் அல்லவென்று என்கிறேன். மேலும் தேவனுடைய புத்திர வெளிப்படுவதற்கு சிருஷ்டியானது மிகுந்த ஆவலோடு காத்துக் கொண்டிருக்கிறது. அதேனென்றால் சிருஷ்டியானது அழிவுக்குரிய அடிமைத்தனத்தினின்று விடுதலையாக்கப்பட்டு தேவனுடைய பிள்ளைகளுக்குரிய மகிமையான சுயாதீனம் பெற்றுக்கொள்ளும் என்கிற நம்பிக்கையோடு നമ്മിൽ വെളിപ്പെടാനിരിക്കുന്ന തേജസ് വിചാരിച്ചാൽ ഇന്നത്തെ കഷ്ടങ്ങൾ സാരമില്ല. ആദ്യത്തെ വാക്യത്തിൽ വായിക്കുന്നത് വെളിപ്പെടാനിരിക്കുന്ന തേജസ്. 18-ാം വാക്യം. 19-ാം വാക്യത്തിൽ കാണുന്നത് വെളിപ്പെടാനിരിക്കുന്ന പുത്രത്വം. ഇത് രണ്ടും, പുത്രത്വം, തേജസ്. പുത്രത്വം വെളിപ്പെടുന്നു, തേജസ് വെളിപ്പെടുന്നു. അവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, പുത്രത്വം വെളിപ്പെടുക എന്ന് പറയുമ്പോൾ പുത്രത്വം വെളിപ്പെടുക എന്ന് പറയുന്നതാണ് തേജസ് വെളിപ്പെടുക എന്ന് പറയുന്നത്. രണ്ടും ഒന്നാണ്. അത് രണ്ടും ഒന്നായിട്ട് നമ്മൾ മനസ്സിലാക്കണം. പുത്രത്വം വെളിപ്പെടുന്നിടത്ത് തേജസ് വെളിപ്പെടും, തേജസ് വെളിപ്പെടുന്നിടത്ത് പുത്രത്വം വെളിപ്പെടും. അത് രണ്ടും ഒന്നിച്ചാ പോകുന്നു. അപ്പൊ ഈ പുത്രത്വം എന്ന് പറയുന്നത് നമുക്ക് എബ്രായ ലേഖനം അതിന്റെ 10-ാമത്തെ വാക്യം കൂടെ വായിക്കാം. ഹീബ്രൂ ചാപ്റ്റർ 2 verse 10. ബുക്ക് ഓഫ് ഹീബ്രൂ ചാപ്റ്റർ 2 verse 10. സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതനുമായവൻ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തം ആയിരുന്നു. ஏனென்றால் தமக்காகவும் தம்மாலேயும் சகலத்தையும் உண்டாக்கினவர் அநேகம் பிள்ளைகளை மகிமையில் கொண்டு வந்து சேர்க்கையில் அவர்களுடைய ரட்சிப்பின் அதிபதியை உபத்திரவங்களாலே பூரணப்படுத்துகிறது அவருக்கு ஏற்றதாய் இருந்தது. അങ്ങനെ മക്കളെ തേജസ്സിലേക്ക്, അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തും. അപ്പോഴ് നമ്മള് കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ ചിന്തിച്ചു, ശിശു എന്നാൽ എന്താണ്, പുത്രൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു. എന്നാൽ ഇവിടെ നമ്മൾ കാണാൻ സാധിക്കുന്ന കാര്യം, അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ പുത്രന്മാർക്കുള്ളതാണ് തേജസ്. തേജസ് പ്രാപിച്ചവരാണ് പുത്രന്മാർ, തേജസ് ഉള്ളവരാണ് പുത്രന്മാർ, പുത്രന്മാരാണ് തേജസ് ഉള്ളവർ. ഗ്ലോറി. അപ്പൊ നമ്മുടെ ലൈഫില് ദൈവം നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്നതാണ് മഹത്വം. അത് പുത്രത്വത്തിന്റെ അവകാശമാണ്. പുത്രത്വത്തിൽ നാം പ്രാപിച്ചിരിക്കുന്നതാണ് ഗ്ലോറി. അവൻ ഗ്ലോറി. നമ്മള് മഹത്വം, പുത്രത്വവും മഹത്വവും ഒരുമിച്ചാ പോകും. നമുക്ക് വായിക്കാം. നമ്മള് കഴിഞ്ഞ ദിവസം വായിച്ചാണ്, പക്ഷെ ആ വാക്യം ഒന്ന് വായിക്കാം. പുറപ്പാട് പുസ്തകം 4-ാമത്തെ അതിന്റെ 22-ാം വാക്യം. പുറപ്പാട് പുസ്തകം അതിന്റെ 4-ാമത്തെ അധ്യായം 22-ാമത്തെ വാക്യം. പുറപ്പാട് 4-ാം അധ്യായം 22-ാമത്തെ വാക്യം. ഫറവോനോട് യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഇസ്രായേലിന്റെ പുത്രൻ എന്റെ ആദ്യജാതൻ തന്നെ. அப்பொழுது நீ பார்வோனோடு சொல்ல வேண்டியது என்னவென்றால், இஸ்ரவேல் என்னுடைய குமாரன், என் சிரேஷ்ட புத்திரன். ഇസ്രായേൽ എന്റെ ആദ്യജാതൻ, പുത്രൻ. അപ്പൊ ഇത് നിങ്ങൾ ആരോടാണ് ദൈവം പറയുന്നത്? ഇത് ആരോടാ പറയുന്നത്? പറയുന്നത് മോശയോട്. ഹോരേബിൽ ഒറ്റയ്ക്ക് നിൽക്കുന്ന മോശ, ഒറ്റയ്ക്ക്, വേറെ ആരും കൂടില്ല, മരുഭൂമിയില്ല, ഒറ്റപ്പെട്ട ഒരു സ്ഥലത്ത് പോയി നിൽക്കുന്ന സ്ഥലത്ത് ദൈവം മോശയോട് സംസാരിക്കുകയാണിത്. അപ്പൊ മോശ ഈ വചനം കേട്ടപ്പോ മോശയുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം, വലിയൊരു ദൈവപ്രവർത്തിക്ക് അത് മുഖാന്തരമായി മാറി. അതൊരു വലിയ ദൈവപ്രവർത്തിക്ക് അത് കാരണമായിട്ട് മാറി. ദൈവത്തിന്റെ ഉറപ്പ്, ദൈവത്തെക്കുറിച്ചുള്ള ബോധ്യം നഷ്ടപ്പെട്ടു എന്ന് തന്നെ പറയാം. അങ്ങനെ ഇരിക്കുന്ന കാലഘട്ടത്തിൽ ജനം എല്ലാ വഴികളും അടഞ്ഞു നിലവിളിക്കുന്നു, കരയുന്നു. ഇത് മാത്രമല്ല, അങ്ങനെ ഇരിക്കുന്ന കാലത്ത് മോശ ഹോരേബിൽ നിൽക്കുക. ആടുകളെ മേച്ചോണ്ട് ഹോരേബിൽ നിൽക്കുക. ഈ മോശ ആരാ പറയുന്നത്? ഇന്ന് രാത്രി ഞാൻ പറഞ്ഞാൽ, ഇന്ന് വൈകിട്ട് നിങ്ങൾ രാത്രി കേൾക്കുന്ന ദൂത് നിങ്ങൾ ഒന്നും വിട്ടുകളയാതെ ഇന്ന് കേൾക്കുന്നതിനെ നിങ്ങൾ സ്വീകരിക്കണം. ഞാൻ നിങ്ങളോട് പറയാം, ആക്റ്റീവ് മോഡിൽ ഒരു പ്രാർത്ഥനയുടെ അന്തരീക്ഷത്തോടു കൂടി. നിങ്ങൾക്ക് ഒരു പക്ഷേ ഇന്ന് എഴുതാനൊന്നും കണ്ടെന്ന് വരത്തില്ല, പക്ഷെ ഇന്ന് ദൈവാത്മാവ് തന്നൊരു ദൂതാണ് നിങ്ങളോട് പറയുന്നത്. നിങ്ങൾ ഇന്ന് പ്രാർത്ഥനയോടുകൂടി, ഇന്ന് നിങ്ങളൊരു എക്സ്പെക്ടേഷനോട് കൂടിയാണ് ഇരിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഈ വചനം ചില അസാധാരണ പ്രവൃത്തികളെ കൊണ്ടുവരാൻ പോകും. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങളൊരു എന്താ പറയുക, നിങ്ങളൊരു പാസീവ് മോഡിൽ ഇരിക്കരുത്. വീഡിയോ ഓൺ ചെയ്താലും വീഡിയോ ഓഫ് ചെയ്താലും ഹല്ലേലൂയ, നിങ്ങൾ എല്ലാവരും നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് ഒരു
പ്രതീക്ഷയോടുകൂടെ പ്രാർത്ഥനയോടുകൂടെ ഇന്ന് രാത്രി കർത്താവേ ഞാൻ വിശ്വസിക്കുന്നു എന്റെ ജീവിതത്തിനകത്ത് ഈ വചനം ചിലതിനെ ചെയ്യുമെന്നുള്ള ബോധ്യത്തോടുകൂടി ഞാൻ ആയിരിക്കുന്നു എന്ന ഉറപ്പോടുകൂടി ആയിരിക്കും ഇന്ന് രാത്രിയിൽ. മോശയുടെ ജീവിതത്തിനകത്ത് മോശയ്ക്ക് സംഭവിച്ചൊരു സംഭവം അതാണ് ഇന്ന് പകൽ ദൈവാത്മാവോട് സംസാരിച്ച് നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ട്. മോശ അവന്റെ ജീവിതത്തിനകത്ത് വലിയ 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 ജ്ഞാനവും അഭ്യാസവും പഠിച്ചവനായിരുന്നു മോശ. ജ്ഞാനിയായിരുന്നു മോശ, അഭ്യാസം തികഞ്ഞവനായിരുന്നു മോശ. അത് വളരെ വ്യക്തമായിട്ട് അപ്പോസ്തല പ്രവൃത്തികളൊക്കെ വളരെ വ്യക്തമായിട്ട് കാണുന്നുണ്ട്. നമ്മള് അപ്പോസ്തല പ്രവൃത്തി അതിന്റെ 7-ാമത്തെ അധ്യായത്തില് അവിടെ വ്യക്തമായിട്ട് കാണുന്നുണ്ട്. എല്ലാ ജ്ഞാനവും തികഞ്ഞവനായിരുന്നു മോശ എന്നതിനെ കുറിച്ച് 22-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്. ജ്ഞാനത്തിലും അഭ്യസിച്ച് അവന് പ്രവൃത്തിയിലൊക്കെ സമർത്ഥനായിരുന്നു, ജ്ഞാനമുള്ളവനായിരുന്നു, സാമർഥ്യമുള്ളവനായിരുന്നു. ഇത് രണ്ടുമുള്ളവനായ മോശ, സാമർഥ്യമുള്ളവനായ മോശ, ജ്ഞാനമുള്ളവനായ മോശ ഇവന്റെ ജീവിതത്തിൽ പറ്റിയ ഒരു വലിയ അബദ്ധം എന്ന് പറയാൻ പറ്റത്തില്ല. അവൻ കർത്താവിന് വേണ്ടി എടുത്ത് ഓവറായിട്ട് കർത്താവിന് ജനത്തിന് വേണ്ടി എടുത്ത അവൻ തന്നെ വ്യക്തിപരമായിട്ട് എടുത്ത ഒരു എഫേർട്ട് എങ്ങനെയും എന്റെ ജനത്തെ വിടുവിക്കണമെന്ന് അവന്റെ അകത്ത് തോന്നിയ വ്യക്തത കൊണ്ട് എടുത്തു വെച്ചതായ ഒരു ചുവടായിരുന്നു. അവൻ അവിടെ ചെന്നു ഒരു വേലക്കാരനെ, ഒരു ഊഴിയൻ വേലക്കാരനെ, ഒരു സൂപ്പർവൈസർ എന്ന് വേണേൽ പറയാം, അവനെ അടിച്ചു കൊന്നു. എന്നാൽ അവിടുന്ന് മോശയുടെ ജീവിതത്തിനകത്ത് അവൻ ആരായിരുന്നു? സാമർഥ്യമുള്ളവനായിരുന്നു. 2 ജ്ഞാനമുള്ളവനായിരുന്നു. സാമർഥ്യമുള്ളവനായിരുന്നു, ജ്ഞാനമുള്ളവനായിരുന്നു. നിങ്ങൾ മറക്കരുത്, 1 സാമർഥ്യമുള്ളവനായിരുന്നു, 2 ജ്ഞാനമുള്ളവനായിരുന്നു. ജ്ഞാനമുള്ള സാമർഥ്യമുള്ള മോശ. മോശയുടെ പിന്നത്തെ അവസ്ഥ എന്താണെന്നറിയോ? ഒരു എടുത്തിയാട്ടം കൊണ്ട് മോശയുടെ ജീവിതത്തിൽ ഒരു വലിയ പ്രയാസത്തിലേക്ക് പോയി. ഈ ജ്ഞാനവും സാമർഥ്യവും ഒരു പ്രയോജനവും ചെയ്യാത്ത ഇടയ പണിക്ക് വേണ്ടി അവൻ പോകേണ്ടി വന്നു. അവിടെ ജ്ഞാനത്തിന്റെ ആവശ്യമില്ല, സാമർഥ്യത്തിന്റെ ആവശ്യമില്ല. ആട് വയ്ക്കാനായിട്ട് ജ്ഞാനവും ആവശ്യമില്ല, സാമർഥ്യം ആവശ്യമില്ല. ജ്ഞാനമുള്ള സാമർഥ്യമുള്ള മോശ അവൻ ഇപ്പോൾ ഒരു ജ്ഞാനമില്ലാത്ത ആളുകൾ ചെയ്യുന്ന ജോലി ചെയ്യാം, ഒരു സാമർഥ്യമില്ലാത്ത ആളുകൾ ചെയ്യുന്ന ജോലി ചെയ്യുന്നവനായിട്ട് ഹോരേബിൽ ആടുകളെ മേച്ചുകൊണ്ടിരിക്കുക. ഇവിടെ മോശ ഒരു കാര്യം തീരുമാനിച്ചുകൊണ്ടാണ് പോയിരിക്കുന്നത്. അത് നിങ്ങൾ 3-ാമത്തെ അധ്യായവും 4-ാമത്തെ അധ്യായവും തുടർച്ചയായിട്ട് പുറപ്പാട് പുസ്തകത്തിൽ വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. മോശ മനസ്സുകൊണ്ട് തീരുമാനിച്ചൊരു കാര്യമുണ്ട്: ഇനി ഞാൻ തിരിച്ചങ്ങോട്ടില്ല. ഇന്ന് രാത്രിയിൽ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് ജീവിതത്തിനകത്ത് ഇന്ന് മോശയുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളിൽ ചിലരോട് പരിശുദ്ധാത്മാവിന് ഇന്ന് രാത്രി പറയാനുള്ള ദൂത് ഇന്ന് പകല് ഞാൻ പറയാറുണ്ടല്ലോ, ഞാനിവിടെ വചനം പറയുമ്പോൾ പല ദിവസങ്ങളും ദൈവാത്മാവ് തരുന്ന വെളിപ്പാടുകൾ നിങ്ങളുടെ മുമ്പിൽ ഒന്ന് ഷെയർ ചെയ്യും. അത് അന്ന് പകൽ ദൈവം തരുന്ന വെളിപ്പാടുകളാണ്. എന്നാൽ പ്രിയപ്പെട്ടവർ, ഇന്ന് ചില ദിവസങ്ങളിൽ കർത്താവ് ചില പ്രൊഫറ്റിക്കൽ വേർഡ് തരും. എന്താണെന്നറിയാമോ? ചിലർ ആ ആവശ്യത്തിന് മുമ്പിൽ നിൽക്കുന്നതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ഇന്ന് പകൽ എനിക്ക് കിട്ടിയ ഈ പ്രൊഫറ്റിക്കൽ ദൂതാണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ഒരു പ്രവചന വാക്കാണ് നിങ്ങളോട് പറയുന്നത്. മോശ തീരുമാനിച്ചു, ഇനി ഞാൻ ഒരിക്കലും അങ്ങോട്ടില്ല, ഇനി ഞാൻ അങ്ങോട്ട് പോകത്തില്ല, ഇനി ഞാനത് ചെയ്യത്തില്ല, ഇനി ഞാൻ ആ ശുശ്രൂഷ ചെയ്യത്തില്ല, ഇനി ഞാൻ ആ കാര്യം ചെയ്യത്തില്ല, ഇനി ഞാൻ ആ പാട്ട് പാടത്തില്ല, ഇനി ഞാൻ പ്രസംഗിക്കത്തില്ല, ഇനി ഞാൻ ആ ജോലി ചെയ്യത്തില്ല, ഇനി ഞാൻ ആ ബിസിനസ് ചെയ്യത്തില്ല, ഇനി അയാളുമായിട്ട് എനിക്കൊരു ബന്ധമില്ല, ഇനി ഞാൻ അവിടെ കയറി പോകത്തില്ല, ഞാൻ മതിയാക്കി. ഇന്ന് രാത്രിയിൽ കർത്താവ് നിങ്ങളോട് പറയുന്ന ഒരു കാര്യമുണ്ട്: നീ എവിടെയാണോ മടുത്തു പോയത്, എവിടെയാണോ നീ ഭയം ഓടിപ്പോയത്, എന്റെ കർത്താവ് പറയുക, ഈ ദിവസങ്ങൾ നിന്നെ തിരിച്ചു വരവിന്റെ ദിവസങ്ങളായിട്ട് കർത്താവ് മാറ്റുക. ഇതാ ഇന്ന് പകൽ കർത്താവ് പറഞ്ഞു ദൂത്. ചിലരുടെ ജീവിതത്തിൽ ഒരു തിരിച്ചു വരവിന്റെ, നിന്റെ കഴിഞ്ഞ നാളുകൾ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതായിരുന്നു, കഴിഞ്ഞ നാളുകൾ ഏറ്റവും ആത്മീയമായിട്ട് സമൃദ്ധിയിലായിരുന്നു, കഴിഞ്ഞ നാളുകൾ നിന്റെ ബന്ധത്തിൽ നീ വളരെ വളരെ സന്തോഷം അനുഭവിച്ച ഒരു കാലഘട്ടമുണ്ട്. നീ ജ്ഞാനത്തിൽ സന്തോഷം അനുഭവിച്ച ഒരു കാലഘട്ടമുണ്ട്, ആരോഗ്യത്തിൽ പൂർണ്ണ തൃപ്തിയോടെ ഇരുന്ന ഒരു കാലഘട്ടമുണ്ട്, സ്നേഹത്തിൽ പൂർണ്ണ തൃപ്തിയോടെ ഇരുന്ന ഒരു കാലഘട്ടമുണ്ട്. ഇന്ന് എല്ലാം നഷ്ടപ്പെട്ടിരിക്കുകയാണെങ്കിൽ ഇന്ന് രാത്രിയിൽ എന്റെ കർത്താവ് നിന്നോട് പറയുന്നൊരു ദൂതന പറയും: മോശേ, നീ മടുത്തുപോയ, നീ ഇനി ഇല്ല എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് നിന്നെ തിരിച്ചു കൊണ്ടുവരാൻ പോവാ. എന്താണെന്നറിയാമോ? വേറെ ഒരു കാരണമില്ല. ഒറ്റ ദർശനം രാത്രിയിൽ പരിശുദ്ധാത്മാവ് ചില ജീവിതങ്ങളോട് പറയുക: നീ മടുത്ത് അവരുടെ ഇനി അങ്ങോട്ടില്ല എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഇന്ന് എന്റെ കർത്താവ് പറയുക, ഞാൻ നിന്നെ തിരിച്ചു കൊണ്ടുവരാൻ പോവാ. തിരിച്ചു കൊണ്ടുവരാൻ പോവാ. തിരിച്ചങ്ങോട്ട് വീണ്ടും തിരിച്ചങ്ങോട്ട് കൊണ്ടുവരാൻ പോവാ. മോശേ, നിനക്ക് മിസ്രൈമിൽ നിന്നൊരു യാത്രയുണ്ട്, അതെങ്ങനെയാണെന്നറിയാമോ? പേടിച്ചിട്ടല്ല. നമുക്കെല്ലാവർക്കും ഒരു മരണമുണ്ട്, പക്ഷെ അത് രോഗിയായി കിടന്നിട്ടല്ല,
അത് പ്രയാസം വന്നിട്ടല്ല. ആമേൻ പറയട്ടെ, നിന്റെ ജീവിതത്തിനകത്ത് ആമേൻ നിനക്ക് ചില കാര്യങ്ങളിൽ നീ ജോലി വിടും, ജോലി വേണ്ടാന്ന് വെക്കും. ചില വിദേശ രാജ്യങ്ങളായിരിക്കും, ചിലപ്പോൾ നിങ്ങൾ തിരിച്ചു നിങ്ങളുടെ സ്വന്തം രാജ്യത്തേക്ക് പോയിരിക്കും. ആമേൻ വർഷങ്ങളാ ജോലി ചെയ്യുന്ന നിങ്ങൾ ആ ജോലി വേണ്ടാന്ന് ജോലി വിട്ടെന്നിരിക്കും. വിദ്യാഭ്യാസം നിങ്ങൾ ആ സ്ഥലം കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ മതിയാക്കിയിരിക്കും. പക്ഷെ നിങ്ങൾ തോറ്റിട്ടല്ല നിർത്താൻ പോകുന്നത്. നിങ്ങൾ ആ ബിസിനസ്സിൽ പൊട്ടിയിട്ടല്ല നിങ്ങൾ നിർത്താൻ പോകുന്നത്. ആ ജോലി സ്ഥലത്ത് പ്രഷർ വന്നിട്ടല്ല നിങ്ങൾ നിർത്താൻ പോകുന്നത്. നിങ്ങളെ രാജ്യത്തുനിന്ന് നാണം കെട്ടല്ല ഓടിപ്പോകാൻ പോകുന്നത്. മോശെ, നീ ഓടിപ്പോയത് നാണം കെട്ട. മോശെ, നീ ഓടിപ്പോയത് ഭയന്നിട്ട. നിന്റെ സാമർത്ഥ്യം നഷ്ടപ്പെട്ടു, നിന്റെ ജ്ഞാനം നഷ്ടപ്പെട്ടു, ഇതെല്ലാം നഷ്ടപ്പെട്ടിട്ട് നിന്റെ ആരോഗ്യം നഷ്ടപ്പെട്ട് നിനക്ക് നേരെ നടക്കാൻ കഴിയുന്നില്ല. എല്ലാ ഭക്ഷണവും കഴിക്കാൻ പറ്റുന്നില്ല, നല്ലപോലെ ഉറങ്ങാൻ കഴിയുന്നില്ല, എഴുന്നേറ്റ് നിന്ന് കാര്യം ചെയ്യാൻ കഴിയുന്നില്ല, ആളുകളോട് നേരെ സംസാരിക്കാൻ പറ്റുന്നില്ല, സാമ്പത്തികമായിട്ട് സമൃദ്ധിയില്ലാത്ത സാഹചര്യമാണ്. ആരുടെ ഇന്ന് രാത്രി എന്റെ കർത്താവ് അറിയാ, ആമേൻ ഒരു റിസ്റ്റോറേഷന്റെ ആമേൻ നിന്നെ മടക്കിക്കൊണ്ടുവരുന്ന യേശുവിന്റെ നാമത്തില് ഇന്ന് ആരുടെ ഞാൻ നിങ്ങളോട് പറയട്ടെ, ആരുടെ ഇന്ന് ആരുടെ ഇത് നിങ്ങൾ ഏറ്റെടുത്താലും ഇല്ലെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഇത് കർത്താവ് ചെയ്യും, അത് ഉറപ്പാണ്. പക്ഷെ ഞാൻ പറയാം, ഇതിനോട് പ്രതികരിക്കുന്ന ചില ജീവിതങ്ങളുടെ അകത്ത് ഇന്ന് നിങ്ങളുടെ അകത്തൊരു വലിയ ബോണസ് കർത്താവ് കൊണ്ടുവരാൻ പോവാ. നിന്റെ ജീവിതത്തിൽ എവിടെയാണോ നീ തകർന്നു പോയത്, എവിടെയാണോ നീ ഇനി അങ്ങോട്ടില്ല എന്ന് പറഞ്ഞ് മടുത്ത് ഒളിച്ചോടിപ്പോയത്, എന്റെ കർത്താവ് നിന്നെ തിരിച്ചു കൊണ്ടുവരാൻ പോവാ. ആ പഴയ ആരോഗ്യത്തിലേക്ക് നിന്നെ തിരിച്ചു കൊണ്ടുവരാൻ പോവാ. ആ പഴയ സ്നേഹബന്ധങ്ങളിലേക്ക് നിന്നെ തിരിച്ചു കൊണ്ടുവരാൻ പോവാ. പഴയ ഊഷ്മളതയിലേക്ക് നിന്നെ തിരിച്ചു കൊണ്ടുവരാൻ പോവാ. ആ പഴയ കുടുംബജീവിത സന്തോഷത്തിൽ കർത്താവ് നിന്നെ മടക്കിക്കൊണ്ടുവരാൻ പോവാ. പഴയ സാമ്പത്തിക അനുഗ്രഹത്തിലേക്ക് കർത്താവ് മടക്കിക്കൊണ്ടുവരാൻ പോവാ. പഴയ പ്രാർത്ഥന ജീവിതത്തിലേക്ക് നിന്നെ മടക്കിക്കൊണ്ടുവരാൻ പോവാ. പഴയ ശുശ്രൂഷയിലേക്ക് നിന്നെ മടക്കിക്കൊണ്ടുവരാൻ പോവാ. എവിടെയാണ് നീ തോറ്റ് തുപ്പിയിട്ടത്, എവിടെയാണ് നീ തോറ്റ് തകർന്നത്, എവിടെയാണ് നിന്റെ ജീവിതത്തിനകത്ത് ഇനി ഒരു സാധ്യതയും ഇല്ലെന്ന് പറഞ്ഞത്, ഇന്ന് രാത്രി എന്റെ കർത്താവ് മോശേ, ഇത് നിന്നെ തീ കാണിപ്പിച്ച് നിന്നെ വിസ്മയിപ്പിക്കാൻ വേണ്ടി വന്നതല്ല. നീ തോറ്റെടുത്തേക്ക് നിന്നെ മടക്കിക്കൊണ്ടുപോകാനായിട്ടാ, നീ പേടിച്ചു വന്നെടുത്ത് നിന്നെ മടക്കിക്കൊണ്ടുപോകാനായിട്ടാ. നിനക്ക് എവിടെയാണ് വെല്ലുവിളി ഉണ്ടായത്, അങ്ങോട്ട് തന്നെ നിന്നെ മടക്കിക്കൊണ്ടുപോകാനായിട്ടാ. എവിടുന്നാണ് നീ ഭയന്നു പോയത്, അങ്ങോട്ട് നിന്നെ തിരിച്ചു കൊണ്ടുപോകാനായിട്ടാ. ഇതിനകത്ത് യേശുവിന്റെ നാമത്തിൽ ആ കാലഘട്ടം മാറട്ടെ, ആ അവസ്ഥകൾ മാറട്ടെ. ഇന്ന് ജീവിതത്തിനകത്ത് എല്ലാ മേഖലകളിലും ആരോഗ്യ തകർന്ന് തരിപ്പണമായ ജീവിത ശൂന്യതയിലായിരിക്കുന്നോട് പറയാം, തിരിച്ചുവരവിന്റെ കാലമോ, തിരിച്ചുവരവിന്റെ കാലമോ, തിരിച്ചുവരവിന്റെ കാലം. ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ ഞാൻ പറയാം, ഒരു വർഷത്തിന്റെ അവസാനത്തിൽ, ഒരു പുതിയ വർഷത്തിന്റെ ആരംഭത്തിലേക്ക് വരുന്ന നിങ്ങളോട് യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഞാൻ പറയുകയാണ്, അവൻ ഞാൻ പറയുന്ന വാക്കല്ല, പരിശുദ്ധാത്മാവ് എന്നിലിരുന്ന് സംസാരിക്കുകയാണ്. അവരുടെ അവന് തിരിച്ചുവരവും ഒരു തിരിച്ചു വരുന്ന അവസ്ഥ. യേശുവിന്റെ നാമത്തിൽ തിരിച്ചുവരവിന്റെ സീസൺ. ഞാൻ പറയട്ടെ, ഞാൻ വീണ്ടും നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ അശ്രദ്ധമായിട്ടിരിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ വേറെ എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരുന്നിട്ട് ഇത് കാണുകയോ കേൾക്കുകയോ ചെയ്തതാണെങ്കിൽ ഞാൻ നിങ്ങളോട് ദയവായി പ്രോത്സാഹിപ്പിക്കുന്നു, നിങ്ങൾ എല്ലാ പണിയൊന്ന് മാറ്റിവെച്ച്, എല്ലാ പണിയൊന്ന് മാറ്റിവെച്ച് അവിടെ വന്നിരുന്നേ, സമാധാനമായിട്ട് അവിടെ വന്നിരുന്നേ. ഇതൊന്ന് കേൾക്കാനായിട്ട്, ഈ വചനം കേൾക്കാനായിട്ട് ഒന്ന് റെഡി ആയിക്കേ. മോശയ്ക്ക് എല്ലാം നഷ്ടപ്പെട്ടവനായിട്ട് അവനോട് ഓടിപ്പോയി, എല്ലാം നഷ്ടപ്പെട്ടവനായിട്ട് അവനോട് ഓടിപ്പോയി. അവന്റെ ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടവനായിട്ട് അവൻ അവിടെ ഓടിപ്പോയി. എന്നാൽ പ്രിയപ്പെട്ടവരെ, ആ മോശ തിരിച്ചു വന്നു. ആ മോശ തിരിച്ചു വന്നു എങ്ങോട്ടാണെന്നറിയാമോ? ഓടിപ്പോയ അതേ മിസ്രൈമിലേക്ക്, പേടിച്ചു പോയ, ഭയന്നോടിപ്പോയ അതേ മിസ്രൈമിലേക്ക് മോശ തിരിച്ചു വന്നു. തിരിച്ചു വന്നപ്പോ നിങ്ങൾ ചിന്തിക്കണേ, സാഹചര്യങ്ങൾ അനുകൂലമായിരുന്നില്ല. തിരിച്ചു വന്നപ്പോൾ ഫറവോൻ ഇവനെതിരായിട്ട് തന്നെ നിൽക്കുക, തിരിച്ചു വന്നപ്പോൾ അവന്റെ ജനവും അവനെതിരായിട്ട് തന്നെ നിൽക്കുക. പക്ഷെ ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, മോശെ നിനക്ക് ജ്ഞാനം തന്നത്, മോശെ നിനക്ക് സാമർത്ഥ്യം തന്നത് ആടുമേച്ച് തീർക്കാനല്ല, മിഥ്യാനിൽ നിന്റെ ജീവിതം ഒടുക്കി തീർക്കാനല്ല, രഹസ്യത്തിൽ പ്രാർത്ഥിച്ചിരിക്കുന്നതോട് ഞാൻ പറയാം, നിന്റെ വീട്ടിനകത്ത് ഒളിഞ്ഞിരുന്ന് പ്രാർത്ഥിച്ച് ജീവിതകാലം തീർക്കാനല്ല നിന്റെ വിളി. വർഷങ്ങളായി വചനം കേട്ടിരിക്കുന്നവരോട് പറയാം, അങ്ങനെ വചനം കേട്ട് തീരാനല്ല നിന്റെ വിളി. മിസ്രൈമിൽ മിഥ്യാനിൽ ആടുകളെ മേച്ച് ജീവിതം പാഴാക്കുവാൻ അല്ലെങ്കിൽ ജീവിതം തീർക്കാനല്ല മോശെ നിന്റെ മേൽ കിടക്കുന്ന വിളി. അതിനു വേണ്ടി ഒരു തീ ഇറങ്ങി വന്നിട്ടുണ്ട്. മോശെ ശരിയാ, ഈ വെളിപ്പാട് മോശയ്ക്ക് ലഭിച്ചതാണ് ദൈവജനത്തിന്റെ വലിയ വിടുതലിന് കാരണമെന്ന് യെസ്, മോശെ അത് ശരിയാ. പക്ഷെ മോശെ ആ ജനത്തോടുള്ള പദ്ധതി പോലെ തന്നെ നിന്നെ കുറിച്ചും എനിക്കൊരു പദ്ധതി ഉണ്ട്. നിന്നെ ചിലര് ചോദ്യം ചെയ്തില്ലേ, നീ ആരാന്ന് ചോദ്യം ചെയ്തില്ലേ, നിന്റെ സഹോദരങ്ങൾ, നിന്റെ പ്രിയപ്പെട്ടവർ തന്നെ നിന്നെ
തള്ളി പറഞ്ഞില്ലേ, നിന്നെ അവിടെ നിന്ന് മാനിക്കണം, നിന്നെ അവിടെ നിന്ന് മാനിക്കണം, നിന്നെ അവിടെ നിന്ന് മാനിക്കണം. മടക്കിക്കൊണ്ടുവരിക പഴയ പ്രതാപത്തിലേക്ക്, ആ പഴയ നന്മയിലേക്ക്. തിരിച്ചു വരവിന്റെ സീസൺ, മടങ്ങി വരവിന്റെ സീസൺ. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഒരു വാക്യം വായിക്കാം. പുറപ്പാട് പുസ്തകം അതിന്റെ 11-ാമത്തെ വാക്യം, 11-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യം. Exodus chapter 11 verse 3. യഹോവ മിസ്രയീമ്യർക്കു ജനത്തോട് കൃപ തോന്നുമാറാക്കി, വിശേഷാൽ മോശെ എന്ന പുരുഷനെ മിസ്രയീം ദേശത്ത് ഫറവോന്റെ ഭൃത്യന്മാരും மகாசிரேஷ்டனாய் விசாரிச்சு. அப்படியே கர்த்தர் ஜனங்களுக்கு எகிப்தின் கண்ணில் தயவு கிடைக்கும்படி செய்தார். மோசே என்பவன் எகிப்தேசில் பார்வோனுடைய ஊழியக்காரன் பார்வைக்கும் ஜனங்களின் பார்வைக்கும் மிகவும் பெரியவனாய் இருந்தான். മോശേ, നീ ജ്ഞാനമുള്ളവനായിരുന്നു, ശരിയാ, നീ സാമർത്ഥ്യമുള്ളവനായിരുന്നു, ശരിയാ. അങ്ങനെ പക്ഷേ അല്പകാലത്തേക്ക് നിന്റെ സാമർത്ഥ്യം വരണ്ടുപോയി, അല്പകാലത്തേക്ക് നിന്റെ ജ്ഞാനത്തിന്റെ പ്രതാപം നഷ്ടപ്പെട്ടു പോയി. പക്ഷെ മോശേ, നിനക്ക് ഞാൻ ജ്ഞാനം തന്നത്, നിനക്ക് ഞാൻ സാമർത്ഥ്യം തന്നത്, ആമേൻ, നീ പേടിച്ചോടിയില്ലേ അതേ ദേശത്തിലെ പ്രഭുക്കന്മാർ, ഹല്ലേലൂയ, നിനക്ക് ജ്ഞാനം ഉണ്ടായിരുന്നപ്പോ കിട്ടിയില്ല ഈ ഒരു എന്താണ് ശ്രേഷ്ഠൻ എന്ന് പറയുന്ന പദവി. നിനക്ക് സാമർത്ഥ്യം ഉണ്ടായിരുന്നപ്പോ കിട്ടിയില്ല. പക്ഷേ നിന്നെ ഞാൻ തിരിച്ചു കൊണ്ടുവരുമോ, നിന്നെ ഞാൻ മടക്കിക്കൊണ്ടുവരുമോ, നിന്റെ ജീവിതത്തിൽ ഒരു മടങ്ങി വരവ് ഞാൻ സാധ്യമാക്കുമ്പോ, ഹല്ലേലൂയ, ആമേൻ, ജ്ഞാനമുള്ളപ്പോ നിനക്ക് കിട്ടാത്ത മാന്യത, സാമർത്ഥ്യം ഉണ്ടായിരുന്നപ്പോ നിനക്ക് കിട്ടാത്ത മാന്യത ഞാൻ നിന്നെ തിരിച്ചു കൊണ്ടുവരുമ്പോൾ നിനക്ക് ലഭിക്കും. ഇന്ന് രാത്രി പറയട്ടെ, ഹല്ലേലൂയ, നിന്റെ ജീവിതത്തിനകത്ത് ഏതെങ്കിലും വഴി അടഞ്ഞുപോയി, ഓ ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഈ രാത്രിയിൽ പരിശുദ്ധാത്മാവ് ചില ജീവിതങ്ങളുടെ മേൽ, ആമേൻ, യേശുവിന്റെ നാമത്തിൽ, ഹല്ലേലൂയ, ചില ജീവിതങ്ങളുടെ മേൽ അസാധാരണമായ ചില ദൈവപ്രവൃത്തികളെ കർത്താവ് ചെയ്യുക. അസാധാരണമായ പ്രവൃത്തി, ഹല്ലേലൂയ, അവൻ ജീവിതത്തിനകത്ത്, അവൻ ഹല്ലേലൂയ, സാമ്പത്തികമായ ചില വിഷയങ്ങൾ നിമിത്തം സഹോദരങ്ങളുമായി ബന്ധം നഷ്ടപ്പെട്ട്, സഹോദരങ്ങളുമായിട്ട് ബന്ധം സ്പ്ലിറ്റായി, സഹോദരങ്ങൾ പിറുപിറുത്ത്, അങ്ങനെ ചില വിഷയത്തിനകത്തോടെ പോകുന്ന ചില വ്യക്തികളോട് ഞാൻ പറയാം, ഹല്ലേലൂയ, ഈ ദിവസങ്ങളിൽ അവൻ ഒരു മടങ്ങി വരവ് നിനക്ക് സാധ്യമാകുക, മടങ്ങി വരവ് നിനക്ക് സാധ്യമാകുക. ഹല്ലേലൂയ, മടങ്ങി വരവ്, യെസ്, അവൻ ഹല്ലേലൂയ, കുടുംബ ബന്ധങ്ങൾ, ചില സാമ്പത്തികമായ വിഷയങ്ങൾ കൊണ്ട് നഷ്ടപ്പെട്ടു പോയ ചില ബന്ധങ്ങളെ കർത്താവ് റിസ്റ്റോർ ചെയ്യുക യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, ഹല്ലേലൂയ, ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. ഹല്ലേലൂയ, അവൻ മോശയുടെ ജീവിതത്തിനകത്ത് അവൻ പുറകോട്ട് പോയി എല്ലാ ഉദ്യമങ്ങളും, എല്ലാ ശ്രമവും, എല്ലാ ജ്ഞാനവും, എല്ലാ പ്രതാപവും നഷ്ടപ്പെട്ട മോശയോട് കർത്താവ് പറയുക, മോശേ, ഹല്ലേലൂയ, നിനക്ക് ജ്ഞാനം തന്നത് അവൻ ഇവിടെ ഇരുന്ന് തീരാനല്ല, അവൻ ഹല്ലേലൂയ, മിദ്യാനിൽ ആടുകളെ മേച്ച് തീർക്കാനുള്ളതല്ല നിന്റെ വിളി. മിദ്യാനിൽ ആടുകളെ മേച്ച് തീർക്കാനുള്ള ജീവിതമല്ല നിന്റെ ജീവിതം. നിന്റെ ജീവിതത്തിനകത്ത് ഒരു സീസൺ ഞാൻ പ്ലാൻ ചെയ്തൊരു സീസൺ ഉണ്ട്, ഞാൻ പ്ലാൻ ചെയ്തൊരു സീസൺ ഉണ്ട്. അതിന്റെ നിവൃത്തിക്ക് അവൻ ചില ഘടകങ്ങളെ ഞാൻ ക്രമീകരിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ, യേശുവിന്റെ നാമത്തിൽ ഇവിടെ പറയുന്നത്, അവർക്ക് ഹല്ലേലൂയ, ആമേൻ, അവിടുത്തെ ശ്രേഷ്ഠന്മാർക്ക് മോശയെ ശ്രേഷ്ഠനായി തോന്നാനിടയായി. ഹല്ലേലൂയ, തോന്നാനിടയായി. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. നിങ്ങള് ഹല്ലേലൂയ, ആമേൻ, അതിന്റെ രണ്ടാമത്തെ വാക്യം കൂടെ വായിച്ചേ. ഓരോ പുരുഷൻ താൻ തന്റെ അയൽക്കാരനോടും ഓരോ സ്ത്രീ താൻ തന്റെ അയൽക്കാരത്തിയോടും വെള്ളിയാഭരണങ്ങളും പൊന്നാഭരണങ്ങളും ചോദിപ്പീൻ, നീ ജനത്തോട് പറയുക എന്ന് കൽപ്പിച്ചു. യഹോവ മിസ്രയീമ്യർക്കു ജനത്തോട് കൃപ തോന്നുമാറാക്കി, വിശേഷാൽ മോശെ എന്ന പുരുഷനെ മിസ്രയീമിന്റെ இப்பொழுது ஒவ்வொருவனும் அவனவனாய இடத்திலும் ஒவ்வொருத்தையும் அவளவளாய இடத்திலும் வெள்ளி உடைமைகளும் பொண்ணு உடைமைகளும் கேட்கும்படி ஜனங்களுக்கு சொல் என்றார். அப்படியே கர்த்தர் ஜனங்களுக்கு எகிப்தின் கண்களில் தயவு கிடைக்கும்படி செய்தார். അവിടെ പറയുന്നൊരു കാര്യം ഇതാണ്, ഹല്ലേലൂയ, ഓരോ പുരുഷനും ഇങ്ങനെ ചോദിച്ചപ്പോ ആമേൻ അവരോട് ആമേൻ ജനത്തിന് കൃപ തോന്നുമാറാക്കി. കൃപ തോന്നി. എന്തിനാ കൃപ തോന്നിയെന്നറിയാമോ? എന്താ കൃപ തോന്നാൻ കാരണം എന്നറിയാമോ? മോശയോടുണ്ടായിരുന്ന അവരുടെ ബഹുമാനം.
മോശയോട് അവർക്കൊരു റെസ്പെക്ട് ഉണ്ടായിരുന്നു. അവൻ മോശയ്ക്ക് ഈ റെസ്പെക്ട് എല്ലാം ഒരിക്കൽ നഷ്ടപ്പെട്ടതാണ്. പക്ഷെ മോശയ്ക്ക് ആ റെസ്പെക്ട് ദൈവം തിരിച്ചു കൊടുത്തപ്പോ അതുകൊണ്ട് അവരോട് കൃപ തോന്നി. കൃപ തോന്നിയോട് എന്താ സംഭവിച്ചത്? വായിക്കാം. അതിന്റെ 12-ാമത്തെ അധ്യായം 36-ാമത്തെ വാക്യം. Chapter 12 verse 36, 35 and 36. ഇസ്രായേൽ മക്കൾ മോശയുടെ വചനമനുസരിച്ചു മിസ്രയീമ്യരോട് വെള്ളിയാഭരണങ്ങളും പൊന്നാഭരണങ്ങളും വസ്ത്രങ്ങളും ചോദിച്ചു. യഹോവ മിസ്രയീമ്യർക്കും ജനത്തോട് കൃപ തോന്നിച്ചതുകൊണ്ട് അവർ ചോദിച്ചതൊക്കെയും അവർ കൊടുത്തു. അങ്ങനെ അവർ മിസ്രയീമ്യരെ കൊള്ളയിട്ടു. மோசே சொல்லியிருந்தபடி இஸ்ரவேல் ஜனங்கள் எகிப்தியரிடத்தில் வெள்ளி உடைமைகளையும் பொன்னுடைமைகளையும் வஸ்திரங்களையும் கேட்டார்கள். கர்த்தர் ஜனங்களுக்கு எகிப்தியரின் கண்களில் தயவு கிடைக்கும்படி செய்ததினால் கேட்டதை அவர்களுக்கு கொடுத்தார்கள். இவ்விதமாய் அவர்கள் எகிப்தியரை கொள்ளையிட்டார்கள். ഒരിക്കൽ ചോദിച്ചപ്പോണ്ടല്ലോ, ഇഷ്ടിക ചൂടാനായിട്ട് വിറക് കഷ്ണം പോലും കൊടുക്കാത്തവരാണ്. ഒരിക്കൽ ചോദിച്ചു, ഞങ്ങൾ എവിടുന്ന് ഇതിന് ഈ ഇഷ്ടിക ചൂളയില് കത്തിക്കാനായിട്ട് ഞാൻ വേളെ കണ്ടുപിടിച്ചോളാൻ പറഞ്ഞ പാർട്ടിയാ. ഇന്ന് ഞാൻ പറയാം, അവരന്ന് വേണ്ടാന്ന് പറഞ്ഞത് എന്തിനാണെന്നറിയാമോ? അന്ന് വിലയില്ലാത്തത് വേണ്ടാന്ന് പറഞ്ഞത് എന്തിനാ പറയാം? വിലയേറിയത് എനിക്ക് തരാനായിട്ടാ. ചിലതൊക്കെ ചോദിച്ചിട്ടും കിട്ടാതെ അർഹതപ്പെട്ടത് നഷ്ടപ്പെട്ട ആരെയും കേൾക്കുന്നുണ്ട്. ഞാൻ പറയാം, ആമേൻ, ദൈവം മോശയെ മടക്കിക്കൊണ്ടുവന്നത്, ദൈവം മോശയെ വീണ്ടും മടക്കിക്കൊണ്ടുവന്നത്, മോശെ ഹല്ലേലൂയ, നീ ചോദിച്ച് നിന്റെ ജനം ഒരിക്കൽ കരഞ്ഞിട്ട് പോലും കാര്യം നടന്നില്ല, നിലവിളിച്ചിട്ട് കാര്യം നടന്നില്ല, ആമേൻ, അഭയം ചോദിച്ചിട്ട് കാര്യം നടന്നില്ല, കണ്ണുനീരൊഴുക്കിയിട്ട് കാര്യം നടന്നില്ല. ഒരു ദയയും പറവോലും നിന്റെ ജനത്തോട് കാണിപ്പാൻ തോന്നിയില്ലെങ്കിൽ, ആമേൻ, കുഞ്ഞാടിന്റെ രക്തം കട്ടളപ്പടിമേലും കുറുമ്പടിമേലും അടി തളിക്കപ്പെട്ട് കുഞ്ഞാടിനെ യാഗമർപ്പിച്ച് യാഗത്തിന് ശേഷം നീ നിൽക്കുമ്പോ, ഞാൻ ഇന്ന് രാത്രിയിൽ ഒരു കാര്യം പറയാം. ഇന്നലെ ചോദിച്ചിട്ട് ചിരട്ട പോലും തരാത്തവര്, ഇന്നലെ ചോദിച്ചിട്ട് വിറക് പോലും തരാതിരുന്നവര്, ഇന്ന് താന്റെ കൃപ തോന്നിയപ്പോ, ദൈവം ജനത്തിന് മേൽ കൃപ അയച്ചപ്പോ, വിലപിടിപ്പുള്ള ചിലത് ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ നിന്റെ നന്മകളെ കഴിഞ്ഞ നാളുകളിൽ പിശാച് അപഹരിച്ചു കൊണ്ട് പോയെങ്കിൽ, ഇന്ന് രാത്രി യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിന്നോട്, നിന്റെ തലമുറകളോട്, നിന്റെ കുടുംബത്തോട്, നിന്റെ ജോലിയോട്, ജീവിതത്തോട്, സമ്പത്തിനോട്, ശുശ്രൂഷയോട്, ആമേൻ, യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയുകയാണ്. ഇന്നലകളിൽ തടഞ്ഞു വെച്ചതിനേക്കാൾ ശ്രേഷ്ഠമേറിയത്, ഇന്നലേക്കാൾ തടഞ്ഞു വെച്ചതിനേക്കാൾ വിലയേറിയത്, ഇന്നലെ തരത്തില്ലെന്ന് പറഞ്ഞതിനേക്കാൾ ശ്രേഷ്ഠമേറിയത്, that is all your way in the mighty name of Jesus. എല്ലാ കെട്ടുകളും അഴിയട്ടെ. നിനക്ക് വിരോധമായി അടച്ച വാതിലുകൾ തുറക്കട്ടെ. നിനക്ക് വിരോധമായി പൂട്ടിയ വാതിലുകൾ തുറക്കട്ടെ. നിനക്ക് വിരോധമായി പൂട്ടിയിട്ട ചങ്ങലകൾ പൊട്ടട്ടെ. നിനക്ക് വിരോധം എഴുതിച്ചു നിന്ന് നിയമങ്ങൾ മാറട്ടെ. നിനക്ക് വിരോധം എഴുതിച്ചു നിന്ന് വ്യക്തികൾ അവിടുന്ന് മാറിപ്പോകട്ടെ. In the name of Jesus. ഇതുവരെ അടഞ്ഞു പോയത്, ഇതുവരെ നീ ശ്രമിച്ചിട്ടും ചലിക്കാതിരുന്നത്, ഇതുവരെ ഓടിയിട്ടും പ്രയോജനമില്ലാതിരുന്നത്, ഇതുവരെ എഴുതിയിട്ടും മറുപടി വരാതിരുന്നത്, ഇതുവരെ ചോദിച്ചിട്ടും ലഭിക്കാതിരുന്നത്, ഇതുവരെ തട്ടിയിട്ടും തുറക്കാതിരുന്നത്, ഇതുവരെ അന്വേഷിച്ചിട്ടും കാണാതിരുന്നത്, ഇന്ന് രാത്രി എന്റെ ദൈവം പറയാ, നിന്റെ മേൽ എന്റെ കൃപ വെളിപ്പെടുമോ? ആമേൻ. ഇന്നലെ ചോദിച്ചിട്ട് തരാതിരുന്നത് വിറകായിരിക്കാം, എന്നാൽ വിലയേറിയ ചിലത് നിന്നിലേക്ക് 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 ഒഴുകുന്നു. യേശുവിന്റെ നാമത്തിൽ, in the mighty name of Jesus. യെസ്, മടങ്ങി വരവിന്റെ രാത്രിയാണ് ഇത്. മടങ്ങി വരവിന്റെ രാത്രിയാണ് ഇന്ന് രാത്രി. യേശുവിന്റെ നാമത്തിൽ പറയട്ടെ, ഹല്ലേലൂയ. മടങ്ങി വരുന്നു, ചിലത് മടങ്ങി വരുന്നു. ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിനകത്ത് ഹല്ലേലൂയ നഷ്ടപ്പെട്ട ചിലത് മടങ്ങി വരുന്നു. ഇത് ഹല്ലേലൂയ. മോശേ, ഇത് നിന്നെ മടക്കി കൊണ്ടുവരുന്ന സമയമാണ്. ഇത് നിന്നെ മടക്കി കൊണ്ടുവരുന്ന സീസണാണ്. ഇത് നിന്നെ മടക്കി കൊണ്ടുവരുന്ന സീസണാണ്. യേശുവിന്റെ നാമത്തിൽ ഈ വർഷം തോറ്റ് തകർന്നാരെങ്കിലും എന്നെ കേൾക്കുന്നത്, ഈ വർഷം ഓരോ മാസവും ചലഞ്ചുകളുടെ മേൽ ചലഞ്ചിനെ കണ്ട് മുന്നോട്ട് പോയവരെന്നെ കേൾക്കുന്നുണ്ടോ? ഭയന്ന് ജീവിച്ചവരെന്നെ കേൾക്കുന്നുണ്ടോ? ആത്മഹത്യ മാത്രം മാർഗമെന്ന് ചിന്തിച്ചവരെന്നെ കേൾക്കുന്നുണ്ടോ? അയ്യോ, ഞാൻ മരിച്ചു പോകുന്നു ഭയന്നവരെന്നെ കേൾക്കുന്നുണ്ടോ? അയ്യോ, എനിക്ക് എന്താ എന്റെ ശരീരത്തിന് ആരോഗ്യം തിരിച്ചു കിട്ടുമെന്ന് പേടിച്ചവരെന്നെ കേൾക്കുന്നുണ്ടോ? എന്റെ കുഞ്ഞുങ്ങൾ എന്നാ നേരെയാകുന്നത്, എന്റെ മക്കളുടെ സ്വഭാവം എന്ന് മാറുന്നു ഭയപ്പെട്ടവരെന്നെ കേൾക്കുന്നുണ്ടോ? കുടുംബജീവിതം തകർന്നു പോകുന്നു ഭയപ്പെട്ടവരെന്നെ കേൾക്കുന്നുണ്ടോ? ഇന്ന് രാത്രി ഞങ്ങളോട് പറയാം, ഈ നാളുകൾ നിന്നെ മടക്കി കൊണ്ടുവരുന്ന ഒരു സീസണാണ്. നിന്നെ തോറ്റുപോയ അതേ മിസ്രൈമിലേക്ക്, നാണം കെട്ട് ഭയം ഓടിപ്പോയ അതേ മിസ്രൈമിലേക്ക് നിന്നെ മടക്കി കൊണ്ടുവരിക. നിന്നെ മടക്കി കൊണ്ടുവരിക.
യേശുവിന്റെ നാമത്തിൽ മടങ്ങി വരവിന്റെ രാത്രിയായിട്ട് യേശുവിന്റെ നാമത്തിൽ in the name of Jesus. In the name of Jesus. ഇന്ന് പകൽ കർത്താവിനോട് രണ്ട് വ്യക്തികളുടെ ബന്ധത്തിലാണ് ഇത് പറയാൻ പറഞ്ഞത്. പക്ഷെ അടുത്തത് എനിക്ക് കുറച്ച് സമയമുണ്ടെങ്കിൽ ഞാൻ അതുകൂടെ പറയണം. അതുകൊണ്ട് ഞാൻ അതുകൂടെ പറയാൻ ആഗ്രഹിക്കുക. രണ്ടാമത് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഹല്ലേലൂയ, 1 ശമൂവേൽ പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യം ആരംഭിക്കുന്നത് എങ്ങനെയാണ് നിങ്ങൾ ശ്രദ്ധിക്കാം. ഹല്ലേലൂയ. ആമേൻ. 2 Samuel chapter 1 verse 2, 1 verse 1. ശൗൽ മരിക്കുകയും ദാവീദ് അമാലേക്യരെ സംഹരിച്ച് മടങ്ങി വന്നു ചെയ്തു. சவுல் மரித்த பின்பு தாவீது அமலேக்கியரை முறியடித்து சிக்லாഗ് திரும்பி வந்து 2 നാൾ അங்கே ഇരുന്ന പിൽപ്പാട്. ഹല്ലേലൂയ. ഇവിടെ വചനം പറയുന്നത്, ഹല്ലേലൂയ, ശൗൽ മരിച്ചു, ദാവീദ് മടങ്ങി വന്നു. രണ്ട് കാര്യം നിങ്ങൾ കണക്ട് ചെയ്ത് നോക്കണം. ശൗൽ മരിച്ചു, ദാവീദ് മടങ്ങി വന്നു. ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ പറയട്ടെ, നീ നിന്റെ ജീവിതത്തിനകത്ത് നിനക്ക് വിരോധമായി എഴുന്നേറ്റെന്ന് വെച്ചാൽ ഇതിന്റെ എൻഡ് നിന്നെ തേച്ചു കൊടുക്കുന്ന സമയം കൊണ്ട് ഒരുമിച്ച് നടക്കാൻ പോവാ. Hallelujah. 2 things. Hallelujah. Amen. End of your problem. End of your challenge. നിന്റെ ജീവിതത്തിനകത്ത് ചിലതിന്റെ എൻഡും ചിലതിന്റെ ന്യൂ ബിഗിനിങ്ങും. Hallelujah. അവൻ ഈ വർഷത്തിന്റെ അവസാനത്തിലേക്ക് വന്നിരിക്കുകയല്ലേ. കർത്താവ് പറയുക, Amen. End of some curses. End of some darkness. ഇരുട്ടിന്റെ അവസാനം, പ്രതികൂലങ്ങളുടെ അവസാനം, ചില പ്രതിസന്ധികളുടെ അവസാനം. ശൗൽ, Hallelujah. Amen. ശൗൽ മരിച്ചു, ദാവീദ് മടങ്ങി വന്നു. ശൗൽ മരിച്ചു, ദാവീദ് മടങ്ങി വന്നു. ഹല്ലേലൂയ. ശൗൽ മരിച്ചു, ദാവീദ് മടങ്ങി വന്നു. ഹല്ലേലൂയ. ആമേൻ. ശൗൽ മരിച്ചു, ദാവീദ് മടങ്ങി വന്നു. നിങ്ങളുടെ നമ്മുടെ ജീവിതത്തിനകത്ത്, ഹല്ലേലൂയ, ആമേൻ, ചിലരുടെ ജീവിതത്തിനകത്ത് ഈ ദിവസങ്ങളിൽ, ഹല്ലേലൂയ, ആമേൻ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ, ഹല്ലേലൂയ, ചിലതിന്റെ എൻഡ്, ചിലതിന്റെ മടങ്ങി വരവ്. ഹല്ലേലൂയ. ആമേൻ. ഈ 2-ാം അധ്യായം ആരംഭിക്കുന്നത് തന്നെ ദാവീദിന്റെ മടങ്ങി വരവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. എന്നാൽ 12-ാം അധ്യായത്തിൽ വീണ്ടും അവരൊരു സ്ഥലത്തു നിന്നെല്ലാം കെട്ടി പോകേണ്ടി വന്നു. നമുക്ക് വാക്യങ്ങൾ വായിക്കാൻ സമയമില്ലാത്തവർ വായിക്കുന്നില്ല. അല്ലെങ്കിൽ എന്നാൽ 19-ാം അധ്യായത്തിൽ വീണ്ടും പറയുക, ദാവീദ് മടങ്ങി വന്നു. ദാവീദ് മടങ്ങി വന്നു. രാത്രി യേശുവിന്റെ നാമത്തിൽ, ആമേൻ, ഹല്ലേലൂയ. എത്ര പേര് ഇതിനെ, ഹല്ലേലൂയ, ഇന്ന് ചിലരുടെ ജീവിതത്തിനകത്ത്, ഇത് വീടുകളുടെ അകത്ത് നിങ്ങളുടെ സാമ്പത്തിക മേഖലയില്, ആമേൻ, പിശാച് ബ്ലോക്ക് ചെയ്ത് വെച്ച ചിലത്, ഹല്ലേലൂയ, ചിരട്ട ചോദിച്ചിട്ട് കൊടുക്കാതിരുന്നവരാണ്. ഹല്ലേലൂയ. ദാണ്ടെ വെള്ളിയും പൊന്നുമൊക്കെ കൊടുക്കുക. ഞാൻ പറയട്ടെ, ചിലത് റിലീസ് ആകുക. പിശാച് പിടിച്ചു വെച്ച ചിലത് റിലീസ് ചെയ്തു. വെള്ളിയും പൊന്നുമൊക്കെ പിടിച്ചു വെച്ചു. അവൻ സ്വർഗത്തിലെ അപ്പം പറഞ്ഞു, റിലീസ് ഇറ്റ്. നിന്റെ അനുഗ്രഹം, നിന്റെ ആരോഗ്യം, നിന്റെ ആത്മീയ ജീവിതം, നിന്റെ ജീവിതത്തിൽ ഏതെങ്കിലും മേഖല പിടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ നമ്മൾ വായിച്ചതായ, ആമേൻ, ഹല്ലേലൂയ, പുറപ്പാട് പുസ്തകം 11-ാം അധ്യായം നമ്മൾ കണ്ടില്ലേ. അവനോട് കൃപ തോന്നി. 12-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടു, ഹല്ലേലൂയ, ആ കൃപ തോന്നിയത് കൊണ്ട് അവര് ചോദിച്ചതൊക്കെ കൊടുത്തു. ഒരിക്കല്, ആമേൻ, ചിരട്ട ചോദിച്ചപ്പോ കൊടുക്കാതിരുന്നവരാ. അതാണ്ട് ഹല്ലേലൂയ, എല്ലാം വാരി വലിച്ചു കൊടുക്കുക. ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത്, ഹല്ലേലൂയ, ദിസ് ഈസ് എ ടൈം ഓഫ് എ, ആമേൻ, ആമേൻ, കമ്മിങ് ബാക്ക്. മടങ്ങി വരവിന്റെ, തിരിച്ചു വരവിന്റെ. യെസ്, റെഡി ആയിക്കോ. നിങ്ങളുടെ ജീവിതത്തിനകത്ത് എന്താ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട? ആരോഗ്യം നഷ്ടപ്പെട്ടോ? ബലം നഷ്ടപ്പെട്ടോ? സ്വസ്ഥത നഷ്ടപ്പെട്ടോ? പേരും പ്രശസ്തിയും നഷ്ടപ്പെട്ടോ? ഹല്ലേലൂയ. നിങ്ങൾക്കുണ്ടായിരുന്ന പേഴ്സണാലിറ്റി നഷ്ടപ്പെട്ടോ? ആരോഗ്യം നഷ്ടപ്പെട്ടോ? ഹല്ലേലൂയ. ആമേൻ. ഇന്ന് രാത്രി എന്റെ കർത്താവ് പറയുക, മടങ്ങി വരുന്ന സമയം. ഇത് മടങ്ങി വരുന്ന സമയമാണ്. ഇത് മടങ്ങി വരവിന്റെ സമയമാണ്. ദാവീദ് മടങ്ങി വന്നു. ഹല്ലേലൂയ. ദാവീദ് മടങ്ങി വന്നു എന്ന് പറയുമ്പോൾ 2-ാമത്തെ അധ്യായത്തിന്റെ 4-ാം വാക്യം, chapter 2 verse 4. യഹൂദ പുരുഷന്മാർ വന്നു. അവിടെ വെച്ച് ദാവീദിനെ യഹൂദ ഗ്രഹത്തിൽ രാജാവായിട്ട് അഭിഷേകം ചെയ്തു. அப்பொழுது யூதாவின் மனுஷர் வந்து அங்கே தாவீதை யூதா வம்சத்தாரின் மேல் ராஜாவாக அபிஷேகம் பண்ணினார்கள். கிலியாதேசி யாபேசின் மனுஷர் சவுலை அடக்கம் பண்ணினார்கள். ഇവിടെ നമ്മൾ കാണാൻ സാധിക്കുന്ന ഒരു കാര്യം, ദാവീദിനെ എന്ത് ചെയ്തു? രാജാവായിട്ട് അഭിഷേകം ചെയ്തു. ഹല്ലേലൂയ. ദാവീദേ, നീ മടങ്ങി വന്നത് എന്തിനാണെന്നറിയോ? കേട്ടോണം, നല്ലപോലെ കേട്ടോണം. മടങ്ങി വന്നത് എന്തിനാണെന്നറിയോ? നിന്റെ വീട്ടിനകത്ത് പണ്ട് നടന്നത്, നിന്റെ പട്ടണത്തിൽ ആളുകൾ
കാന്ത നടത്താനായിട്ടാ. നിന്റെ സമൂഹയിലെ നിന്റെ സഹോദരങ്ങളെ ഉപയോഗിച്ച് അഭിഷേകം ചെയ്തത് നിന്റെ വീട്ടിനകത്തല്ലേ? പക്ഷെ ഇപ്പൊ യഹൂദ ഗോത്രം മുഴുവൻ വന്ന് നിന്റെ മേൽ അഭിഷേകം പകർന്നിരിക്കുക. വീണ്ടും വായിക്കാം 5-ാമത്തെ അധ്യായം 2-ാം വാക്യം. മുമ്പ് ശൗൽ ഞങ്ങളുടെ രാജാവായിരുന്നപ്പോഴും നായകനായ ഇസ്രായേലിനെ നടത്തിയത് നീ ആയിരുന്നു. നീ എന്റെ ജനമായ ഇസ്രായേലിനെ മേയിക്കുകയും ഇസ്രായേലിന് പ്രഭുവായിരിക്കുകയും ചെയ്യുമെന്നു യഹോവ നിന്നോട് അരുളി ചെയ്തിട്ടുമുണ്ട് എന്ന് പറഞ്ഞു. சவுல் எங்கள் மேல் ராஜாவா இருக்கும் போதே இஸ்ரவேலை நடத்தி கொண்டு போனவரும் நடத்தி கொண்டு வந்தவரும் நீரே. கர்த்தர் என் ஜனமாய இஸ்ரவேலை நீ மேய்த்து நீ இஸ்ரவேல் மேல் தலைவனாய் இருப்பாய் என்று உம்மிடத்தில் சொன்னாரே என்றார்கள். ഇവിടെ പറയാണേ, നീ പണ്ട് തന്നെ നീ രാജാവല്ലാതിരുന്നപ്പോ തന്നെ നിന്റെ നടപ്പ് രാജാവായിട്ടാണ്. രാത്രിയില് ചിലവരോട് ഞാൻ പറയാം, ഇന്നലകളിൽ നീ ചില സ്വപ്നം കണ്ടു, ഇന്നലകളിൽ ചില വിശ്വാസത്താൽ നീ ചെയ്തു. ഇന്നലെ നായകനായിരുന്നില്ല, പക്ഷെ നായകനായിട്ട് നടന്നു. ഒന്നുമില്ല, നിന്റെ കയ്യിൽ ഒന്നുമില്ല, പക്ഷെ എല്ലാം ഉള്ളതിനെ പോലെ നീ നടന്നത്. പക്ഷേ ദാവീദിന് സമയം വന്നു കേട്ടോ, ദാവീദിന് സമയമായി. എന്തിനാണെന്നറിയോ? നീ പണ്ട് നായകനെ പോലെ നടന്നത് നിന്നെ നായകനാകാൻ. ആ വാക്യം വായിക്കുന്ന 3-ാമത്തെ വാക്യം, ഇങ്ങനെ ഇസ്രായേൽ മൂപ്പന്മാരൊക്കെയും അതെ, അതിൽ 2-ാം അധ്യായത്തിൽ യഹൂദ ഗോത്രത്തിലുള്ളവർ മാത്രം വന്നു. പക്ഷെ ഇവിടെ പറയുകയാണ്, അവൻ ഇസ്രായേൽ സകല ഗോത്രത്തിലുള്ളവരും വന്നിരിക്കുക ദാവീദിനെ ഒരുമിച്ച് അഭിഷേകം ചെയ്യാനായിട്ട്. ഞാൻ പറയട്ടെ, നിന്നെ തിരിച്ചു കൊണ്ടുവന്നത് എന്തിനാണെന്നറിയാമോ? അറിയാം, വീട്ടിനകത്ത് രഹസ്യമായിട്ട് നടന്നതിന്റെ അഭിഷേക ശുശ്രൂഷ അവൻ അറിയാം നിന്റെ ഗോത്രത്തിൽ ആദ്യം വെളിപ്പെടുത്തും, പിന്നെ നിന്റെ ദേശത്തിൽ വെളിപ്പെടുത്തും. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, തുടങ്ങി നിന്നെ മടക്കി കൊണ്ടുവന്നതിന് പുറകിൽ ദൈവത്തിന്റെ ഒരു പദ്ധതിയുണ്ട്. അത് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുക. യേശുവിന്റെ നാമത്തിൽ കർത്താവേ, ഞങ്ങൾ രാത്രി വചനം കേട്ടവരെ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്ന ഒരു അത്ഭുതം, ഒരു വലിയ ബ്രേക്ക് ത്രൂ എല്ലാ മേഖലകളിലും ഒരു അസാധാരണ വിടുതലുണ്ടാവട്ടെ. കർത്താവ് അത്ഭുതം ചെയ്തു കഴിഞ്ഞായിട്ട് യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ.